മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. സേവാതീർത്ഥിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒക്കെ വി ഡി സതീശൻ ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരുപാട് പ്രതീക്ഷകളുമായി വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുകയാണ്. സ്വാഭാവികമായും ആ ഒരു കൂടിക്കാഴ്ചയിൽ നമ്മുടെ വികസന പദ്ധതികൾ തന്നെയാണ് ചർച്ചയാകാൻ സാധ്യത. കാരണം ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ പദ്ധതികൾക്ക് മേലുണ്ട്. അതിൻ്റെയൊക്കെ പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും അതൊക്കെ തന്നെ ആയിരിക്കില്ലേ ചർച്ചയാവുക? തീർച്ചയായും കേരളത്തിന്റെ വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ട് സർക്കാരിന്, കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും ഒപ്പം വിവിധ പദ്ധതികൾ, അത് കേന്ദ്ര സഹായത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതികൾ, മുഴുവനായും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട്. റെയിൽവേ വികസനം, തുറമുഖ പദ്ധതികൾ, കൂടാതെ മെട്രോ വികസനം, എയിംസ് കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ രാത്രി തന്നെ വി ഡി സതീശൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ സേവാതീർത്ഥിലെ ഓഫീസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ വി ഡി സതീശൻ ഡൽഹിയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും സമയവും ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ സമയം അനുവദിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിൽ വിവിധ വികസന പദ്ധതികൾ, ഒപ്പം സംസ്ഥാനത്തിന്റെ മുൻപോട്ട് പോക്കിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും നടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നിലനിന്നിരുന്നു. കേന്ദ്രം അനുവദിച്ചിട്ടുള്ള പണം അത് വിനിയോഗിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു നൽകാത്തത് കൊണ്ടാണ് പണം നൽകാത്തതെന്ന് കേന്ദ്ര സർക്കാരും പണം നൽകാതെ സംസ്ഥാനത്ത് ഞെരുക്കുന്നു എന്ന വാദം സംസ്ഥാന സർക്കാരും ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള ചില വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ വി ഡി സതീശൻ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും വി ഡി സതീശൻ കേരളത്തിലേക്ക് മടങ്ങുക. അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം തൊട്ടുപിറകെ കഴിഞ്ഞ ആഴ്ച വി ഡി സതീശൻ ഡൽഹിയിലെത്തിയിരുന്നു. അന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തെ കാണുകയും തന്നെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി നടത്തിയ ചർച്ചയിൽ സംഘടനാ തലത്തിലുള്ള ചർച്ചകൾ, KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കഴിഞ്ഞ ആഴ്ചത്തെ ഡൽഹി സന്ദർശനത്തിൽ വി ഡി സതീശൻ നടത്തിയിരുന്നു. ശരി ജിഷു, എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സേവാതീർത്ഥിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.